ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോണ പോലത്തെ തക്കാളി രസം നിങ്ങൾ ആരും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. മസാലയൊക്കെ നന്നായിട്ട് വറുത്ത് അരച്ച് നല്ല അടിപൊളി ചെട്ടിനാട് സ്റ്റൈലിൽ നമുക്കിന്ന് രസം ഉണ്ടാക്കാം. അല്ലെങ്കിൽ എങ്ങനെ ഉണ്ടാക്കുകയെന്ന് കാണാം. അതിനു വേണ്ടി ഞാനിവിടെ നല്ല പഴുത്ത 5 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിനൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് വെള്ളം അങ്ങോട്ട് ഒഴിച്ച് ഇതിൻ്റെ കൂടെ തന്നെ ഇനി ഒരു നെല്ലിക്ക വെളുപ്പത്തിലുള്ള പുളിയും കൂടി ഇട്ട് കൊടുക്കുക. ഈ പുളി ഇട്ട് കൊടുക്കുമ്പോൾ തോനെ ഇട്ട് കൊടുക്കരുത്. നമ്മൾ ഉണ്ടാക്കുന്ന തക്കാളി രസമാണ്. അപ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ തക്കാളിയുടെ ടേസ്റ്റാണ് കിട്ടേണ്ടത്, പുളിയുടെ ടേസ്റ്റ് അല്ല. ഇച്ചിരി കുറഞ്ഞു പോയാലും കുഴപ്പമില്ല പുളി. ഇനി നമുക്കിത് അടുപ്പത്തങ്ങോട്ട് വെച്ചിട്ട് വേവിച്ചങ്ങോട്ട് എടുക്കാം, മൂടി വെക്കാം. ഇത് കണ്ടില്ലേ മക്കളെ, നമ്മുടെ തക്കാളി വെട്ടി തിളച്ച് തോലൊക്കെ വിണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇറക്കി വെക്കാം. ഇനി ഇതിൻ്റെ ചൂടൊന്ന് ആറിക്കോട്ടെ. ഇതിന് ഇവിടെ ഇരിക്കട്ടെ. നമുക്ക് ഇതിനൊരു മസാല ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു ടേബിൾ സ്പൂണ് കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. നമ്മൾ കടലപ്പരിപ്പും തോരൻ പരിപ്പും രണ്ടും പാടെ ഇടുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വ്യത്യാസം ഉണ്ടാവും കേട്ടോ. ഇനി ഒരു ടേബിൾ സ്പൂണ് പച്ചമല്ലി ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് 1/4 ടേബിൾ സ്പൂണ് ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. ജീരകം ഇച്ചിരി കൂടുതൽ ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. ഈ ചെറിയ ജീരകം ഇട്ട് കൊടുത്ത് വറുത്ത് പൊടിക്കുമ്പോൾ നമ്മളെ രസത്തിന് നല്ല പ്രത്യേക ഒരു മണം ഉണ്ടാവും കേട്ടോ. ഇനി ഇതിലേക്ക് 2 ടീസ്പൂണ് കുരുമുളക് ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടിക്കാത്തതാണ് കേട്ടോ. ഇനി ഒരു ലേശം ഉലുവ ഇട്ട് കൊടുക്കാം, 1/4 ടീസ്പൂണിൻ്റെയും താഴെയായിട്ട്. ഇനി ഇതിൽ നമുക്കൊരു 2 വറ്റൽമുളക് മുറിച്ചിട്ടിട്ട് കൊടുക്കാം. ഇനി തീ കത്തിച്ചിട്ട് ഒന്ന് വറുത്തെടുക്കാം. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം വറുക്കാൻ കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. മക്കളെ, ഇതാണ് രസത്തിൻ്റെ മസാല കേട്ടോ. മക്കളെ, നിങ്ങളെല്ലാവരും രസം ഉണ്ടാക്കിയിട്ടുണ്ടാവും. രസം ഉണ്ടാക്കാത്ത വീടേ ഉണ്ടാവില്ല. ഇതേപോലെ വറുത്തരച്ച് ഒരു രസം ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പം നമുക്ക് വറുത്തരയ്ക്കാത്ത രസവും വറുത്തരച്ച രസത്തിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് രണ്ടും മനസ്സിലാവും. പിന്നെ നിങ്ങൾക്ക് എപ്പോഴും ഈ രസം തന്നെ ഉണ്ടാക്കാൻ തോന്നും. ഇപ്പം മക്കളെ, നമ്മുടെ മസാല വറന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തീ ഒന്ന് കെടുത്തി കൊടുക്കാം. തീ കെടുത്തിയിട്ട് ലാസ്റ്റ് സമയത്ത് വേണം നമുക്കിതിൽ 1/2 ടീസ്പൂണ് കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കാൻ. ഇതാ 1/2 ടീസ്പൂണ് കായത്തിൻ്റെ പൊടി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. അത് ആ ചൂടിൽ കിടന്നിട്ട് ഒന്ന് മൊരിയിട്ട്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ലേശം വെളുത്തുള്ളി, ഒരു 10-15 വെളുത്തുള്ളി തോല് കളഞ്ഞത് ഇട്ട് കൊടുക്കാം. അതുകൂടി ഒന്ന് ചെറുതായിട്ട് ചൂടായി വരട്ടെ. ഇതൊക്കെ ഇടുമ്പോൾ തീ കെടുത്തിയിട്ട് വേണം ഇടാൻ കേട്ടോ. ഇനി ഇതൊക്കെ ഒന്ന് ചൂടാറിയിട്ട് വേണം ഒന്ന് ചതച്ചെടുക്കാൻ. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ വെളുത്തുള്ളിയൊക്കെ ഇങ്ങനെ പിറക്കിയെടുക്കുകയാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ നമ്മളിത് മിക്സിയിലിട്ടിട്ടാണ് ഒന്ന് ചതച്ചെടുക്കുന്നത്. അപ്പം മിക്സിയിലിട്ട് ചതച്ചെടുക്കുമ്പോൾ വെളുത്തുള്ളി നന്നായിട്ട് അരഞ്ഞു പോകും. ഈ വെളുത്തുള്ളി നമുക്ക് ചതഞ്ഞിട്ടാണ് കിട്ടേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പിറക്കിയെടുക്കുന്നത്. കല്ലിലാണ് വെച്ച് ചതക്കുകയാണെങ്കിൽ വെളുത്തുള്ളി പിറക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് കൊട്ടിക്കൊടുക്കാം. ഇത് ചതച്ചെടുത്തതിന് ശേഷം ലാസ്റ്റ് ഒന്ന് വെളുത്തുള്ളി ഇട്ടിട്ട് ഒരു കറക്ക് കൂടി കറക്കിയെടുത്താൽ നമ്മുടെ വെളുത്തുള്ളി ചതഞ്ഞ് കിട്ടും കേട്ടോ. എന്താ ഇതേപോലെ തരിതരിപ്പോടെയാണ് ഞാൻ ചതച്ചെടുത്തിട്ടുള്ളത്, കണ്ടില്ലേ. ഇനി നമുക്ക് ഈ വെളുത്തുള്ളിയും കൂടി ഇതിലിട്ടിട്ട് ഒന്നുകൂടി ഒന്ന് വെളുത്തുള്ളി കൂടി ഒന്ന് ചതച്ചെടുക്കാം. അപ്പോൾ വെളുത്തുള്ളിയും കൂടിയിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. വെളുത്തുള്ളിയും കൂടിയിട്ട് ചതച്ചപ്പോൾ ഒരു നനവ് കൂടി വന്നു, കണ്ടില്ലേ. ഇനി ഇതിവിടെ ഇരിക്കട്ടെ മക്കളെ. ഇനി ഞാനിത് ഒരു വലിയ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് നമുക്ക് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇതിൽ തികയില്ല. അതുകൊണ്ടാണ് ഞാൻ വലിയ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് ഈ തക്കാളിയുടെ തോലൊക്കെ ഒന്ന് ഊരിയെടുക്കാം. ഇതൊന്ന് ചൂടാറിയിട്ടുണ്ട് അല്ലേ, ഇതേപോലെ. ഇപ്പം തക്കാളിയുടെ തോലൊക്കെ ഞാൻ കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് നെവിടി പിഴിഞ്ഞ് ഇതിൻ്റെ ചണ്ടിയൊക്കെ ഇങ്ങോട്ട് പിഴിഞ്ഞെടുക്കാം. കൂട്ടത്തിൽ നമ്മുടെ പുളിയിട്ടല്ലോ, അതൊക്കെ നമുക്ക് പിഴിഞ്ഞെടുക്കണം. നമ്മുടെ തക്കാളിയുടെ സത്തൊക്കെ അങ്ങോട്ട് ഇറങ്ങി വരട്ടെ.
അതുവരെ നമുക്ക് ഇതേപോലെ ഞെരടി പിഴിഞ്ഞെടുക്കാം. അതിൻ്റെ ഉള്ളിൽ പുളി ഉണ്ടല്ലോ, അതിൻ്റെ ഇറങ്ങി വരട്ടെ. ഇനി നമുക്ക് നമ്മൾ പിഴിഞ്ഞ ആ കട്ടിയുള്ള ചണ്ടി ഉണ്ടല്ലോ, അതൊക്കെ എടുത്ത് ഒന്നുകൂടി പിഴിഞ്ഞിട്ട് മാറ്റി വെക്കാം. കണ്ടില്ലേ മക്കളെ, തക്കാളി വെന്താലേ എങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. തക്കാളി വെന്തിട്ടില്ലെങ്കിൽ കട്ടിയായിട്ട് അങ്ങനെ കിടക്കുള്ളൂ. ഇത് കണ്ടില്ലേ മക്കളെ, നമ്മുടെ തക്കാളിയൊക്കെ പിഴിഞ്ഞ് അതിൻ്റെ ചണ്ടിയൊക്കെ കളഞ്ഞ് ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇതിൽ ചെറിയ ചെറിയ ചണ്ടിയൊക്കെ കിടക്കുന്നുണ്ട്, അത് കുഴപ്പമില്ല കേട്ടോ. ഇനി നമുക്ക് പുളി അഡ്ജസ്റ്റ് ചെയ്യാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് വെള്ളം അധികം വേണ്ടി വരും, അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചെടുക്കുക. തക്കാളിയുടെ പുളിനനുസരിച്ച് വെള്ളം ഒഴിക്കുക. ഇതിന് ഇവിടെ ഇരിക്കട്ടെ. ഞാനിതിൽ മൊത്തം 4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്, തക്കാളി വേവിച്ച വെള്ളം കൂടാതെ. ഇനി നമുക്കിത് രസം ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ചൂടായ ചട്ടിയിൽ 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. ഇനി ഇതിൽ നമുക്ക് 1/2 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കുക. അതോടൊപ്പം തന്നെ 1/2 ടീസ്പൂണ് ഉഴുന്നും പരിപ്പിട്ട് കൊടുക്കുക. ഇനി നമുക്ക് 2 വറ്റൽമുളക് മുറിച്ചതിട്ട് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് ഇളക്കി കടുകൊക്കെ ഒന്ന് പൊട്ടി വരട്ടെ. കടുകൊക്കെ ഒന്ന് പൊട്ടി മുളകൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില പൊട്ടി വന്നാൽ നമ്മൾ പൊടിച്ച മസാലയിൽ പകുതി മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. മക്കളെ, ഇപ്പം തന്നെ നമ്മുടെ രസത്തിൻ്റെ മസാലയുടെ മണമുണ്ടല്ലോ, മൂക്കിൽ തുളച്ച് വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലൊരു 1/4 ടീസ്പൂൺ പോലെ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് മഞ്ഞൾപ്പൊടിയും കൂടി ഇതിൻ്റെ കൂടെ ഒന്ന് നന്നായിട്ട് പൊരിഞ്ഞ് വെന്ത് വറന്ന് വരട്ടെ. ഇപ്പം നമ്മുടെ മസാലയൊക്കെ നന്നായിട്ടൊന്ന് പൊരിഞ്ഞ് നല്ല മണം വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് നമ്മൾ പിഴിഞ്ഞ് വെച്ച തക്കാളിയുടെ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല മണമുണ്ട് കേട്ടോ മക്കളെ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഇതിന് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഉപ്പ് നോക്കിയിട്ട് ഇട്ടാൽ മതി കേട്ടോ. ഇളക്കി ഉപ്പൊക്കെ ഒന്ന് അരിഞ്ഞു വരട്ടെ. ഇപ്പോൾ ഉപ്പൊക്കെ നല്ല പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് ഒരു 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. കീറാതെയാണ് ഞാൻ ഇടുന്നത് കേട്ടോ. വെള്ളം തിളയ്ക്കാനാവുമ്പോൾ പച്ചമുളക് അങ്ങനെ വെന്ത് വന്നോളും. മക്കളെ, നമ്മുടെ ഈ രസം വല്ലാതെ തിളയ്ക്കാൻ പാടില്ല കേട്ടോ. ഇതിൻ്റെ മേലെ നൊരയൊക്കെ ഇങ്ങനെ പൊന്തി വരുമല്ലോ, പൊന്തി വന്നിട്ട് പതുക്കെ ഒരു തള വരുമ്പോൾ നിർത്തണം കേട്ടോ. അപ്പോഴാണ് ഈ രസത്തിന് ടേസ്റ്റ് ഉണ്ടാവുക. ഇത് കണ്ടില്ലേ മക്കളെ, നമ്മുടെ രസത്തിൻ്റെ 4 വശത്തും പതയൊക്കെ കെട്ടി ഉള്ളിലിതാ തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്കിതിൽ കുറച്ച് മല്ലിയില അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് കണ്ടില്ലേ മക്കളെ, നമ്മൾ ഈ ഇളക്കിയിട്ട് ഒന്നും കൂടി ഇതാ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ കെടുത്താം. ഇത്രയേ ഉള്ളൂ നമ്മളെ വറുത്ത് അരച്ച മസാല വെക്കണ രസത്തിൻ്റെ പണി കേട്ടോ. ഇതാ കല്യാണ കുടികളിലൊക്കെ വെക്കണ രസം ഈ കട്ടിയ ഉണ്ടാവുക. ഗ്ലാസ്സിലൊക്കെ ഒഴിച്ച് കുടിക്കേണ്ട രീതിയിൽ അതേപോലത്തെ രസമാണ് ഇത് കേട്ടോ. ഇതാ കണ്ടില്ലേ.